അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി നാം ചെയ്യുന്ന ആരാധനകളിൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരമാണ്. പരലോക വിജയത്തിനു വേണ്ടിയാണ് നാം നമസ്കരിക്കുന്നത് എങ്കിൽ നമസ്കാരം കൊണ്ട് പരലോകത്ത് മാത്രമല്ല നമുക്ക് വിജയം കിട്ടുന്നത്, ദുനിയാവിലും ഒട്ടേറെ നേട്ടങ്ങൾ ഈ നിസ്കാരം കാരണമായിട്ട് നമുക്ക് കിട്ടും. ഇൻഷാ അല്ലാഹ് ആ ഒരു നേട്ടങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസൽമാനായ മനുഷ്യൻ്റെ ദുനിയവിയും ഉഹ്റവിയുമായ വിജയത്തിന് നമസ്കാരം അത്യന്താപേക്ഷിതമാണ്. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നമസ്കാരം നിർബന്ധമാണ്, സ്ത്രീകൾക്ക് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴികെ. അപ്പോൾ നമസ്കാരം കൊണ്ട് ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തരുന്ന ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയുന്നത്, നിസ്കാരമുള്ള മനുഷ്യൻ്റെ പ്രയാസങ്ങളെ അല്ലാഹു ദൂരീകരിക്കും. നിസ്കാരമുള്ള മനുഷ്യന് അല്ലാഹു വലിയ പ്രയാസങ്ങൾ കൊടുക്കുകയില്ല. അതാണ് നമസ്കാരം കൊണ്ടുള്ള ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്, നിസ്കാരമുള്ള മനുഷ്യൻ്റെ ദുഃഖങ്ങളും ദുഃഖാകുല ചിന്തകളും അകറ്റും. ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും യജമാനനായ റബ്ബ് തരും. എന്നാൽ നിസ്കാരമില്ലാത്ത ഒരാൾ ഒരു വിഷയത്തിൽ ഒരുപാട് ദുഃഖിക്കുമ്പോൾ, അതേ വിഷയം തന്നെ നിസ്കാരമുള്ള ആളിലേക്ക് വരുമ്പോൾ അയാൾക്ക് അത്രത്തോളം നിസ്കാരമില്ലാത്ത ആൾ അനുഭവിക്കുന്ന അത്രയും വിഷമം അതിൽ വരില്ല. കാരണം നിസ്കാരമുള്ള മനുഷ്യൻ്റെ മനസ്സ് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു കഴിഞ്ഞു, അവൻ്റെ മനസ്സ് ഉറച്ചു കഴിഞ്ഞു. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ്റെ ദുഃഖങ്ങളും അവൻ്റെ ദുഃഖാകുല ചിന്തകളും നീക്കിക്കളയുകയാണ്. അവൻ്റെ ഭക്ഷണമാർഗം എളുപ്പമാകും. നമുക്കറിയാം, ഈ ദുനിയാവിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ചിലവിൽ കഴിയുന്നവർക്ക് നാം ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അത് ഹലാലായ ഭക്ഷണം തന്നെ ഒരു മുസൽമാനായ മനുഷ്യനെ സംബന്ധിച്ച് സ്വയം കഴിക്കുകയും മറ്റുള്ളവരെ കഴിപ്പിക്കുകയും വേണം. ആ ഭക്ഷണത്തെ അള്ളാഹു ഹലാലായ രീതിയിൽ കൃത്യമായി അള്ളാഹുവിനെ അറിഞ്ഞ് വെറും വ്യായാമമല്ലാതെ നല്ല രീതിയിൽ ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ച് അവൻ്റെ ആഹാരം അള്ളാഹു കൃത്യസമയത്ത് അത് എളുപ്പമാക്കി കൊടുക്കും. ഇനി ഒരു ഹൈറായ കാര്യത്തിലേക്കാണ് അയാൾ പുറപ്പെടുന്നെങ്കിൽ, ജോലിയാകട്ടെ, മറ്റ് ബിസിനസ്സുകളാകട്ടെ, എന്ത് കാര്യമാണെങ്കിലും ഹൈറായ കാര്യമാണെങ്കിൽ അത് അള്ളാഹു ആ വ്യക്തിയെ, ഈ നിസ്കാരമുള്ള വ്യക്തിയെ പെട്ടെന്ന് അതിലേക്ക് അടുപ്പിക്കും. ഇനി ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ് നാം ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിൽ അള്ളാഹു ആ കാര്യത്തിന് ഒരുപാട് സഹായം നമുക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കറിയാം. ഈ റമദാനിൽ തന്നെ 3-10 നോമ്പൊന്ന് റഹ്മത്തിൻ്റെ 10 എന്ന് പറയാം. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 10, ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിൻ്റെ 10ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് സത്യവിശ്വാസിയായി എനിക്കും നിങ്ങൾക്കും ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷകരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റഹ്മത്തിന് അവൻ അർഹനാണ്. അള്ളാഹു അത് ആ നിസ്കരിക്കുന്ന വ്യക്തിക്ക് നൽകും. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയം ശാന്തമായിരിക്കും. നമ്മുടെ മനസ്സിന്, നമ്മൾ പറയും, പലരും വന്ന് ദാറുഷിഫ മജ്ലിസിലാണെങ്കിലും എല്ലാം പറയാറുണ്ട്, ഉസ്താദേ മനസ്സമാധാനമില്ല, ഒരു ദിക്ർ പറഞ്ഞു തരാൻ. എന്നാൽ ഞാൻ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരോടും പറയുന്നു, നമസ്കാരമാണ് ഏറ്റവും വലിയ ദിക്ർ. ഒരു മനുഷ്യന് മനസ്സമാധാനം ലഭിക്കണമെങ്കിൽ അവൻ 5 നേരം നമസ്കരിച്ചാൽ തന്നെ അവൻ്റെ ഹൃദയത്തിന് അള്ളാഹു ശാന്തി നൽകി അനുഗ്രഹിക്കുന്നതാണ്. നിസ്കാരമുള്ള ഒരു മനുഷ്യന് വസ്വാസ്, ടെൻഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. പക്ഷേ ആ നിസ്കാരം എൻ്റെയും നിങ്ങളുടെയും നിസ്കാരം പോലെയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിന് ഭയങ്കരമായ ശാന്തിയും വിശാലതയുമായി. നിസ്കാരമുള്ള മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ മുഖത്തിന് എപ്പോഴും പ്രകാശമായിരിക്കും. അവനെ കണ്ടാൽ തന്നെ അറിയാം അവനൊരു ആലിമാണ്, അല്ലെങ്കിൽ അവരൊരു നിസ്കാരമുള്ള ആളാണെന്ന്. ആ കാണുന്ന വ്യക്തിയെ നമുക്ക് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ രീതിയിൽ അവൻ്റെ മുഖത്തെ അള്ളാഹു പ്രകാശിപ്പിക്കും. പിന്നെ നമുക്കറിയാം, പലരും പലവിധ പ്രയാസങ്ങളിൽപ്പെട്ട് കടമാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, അലസതയോടുകൂടി ഒരു ചുറുചുറുക്കില്ലാതെ എപ്പോഴും ശയ്യാവലംബനായി ചെറുപ്പക്കാർ പോലും കിടക്കും. എന്നാൽ നിസ്കാരമുള്ള മനുഷ്യനെ സംബന്ധിച്ച് അലസത എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. രോഗമാണോ,
പട്ടിണിയാണോ എന്താണെങ്കിലും തന്നത് യജമാനനായ റബ്ബാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ അവൻ ജീവിക്കും. അപ്പോൾ അവൻ രോഗിയാണെങ്കിൽ പോലും അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ മനസ്സിൽ നമുക്ക് അലസത കാണാൻ പറ്റുകയില്ല. അവൻ്റെ അവയവങ്ങൾ എപ്പോഴും ഉന്മേഷഭരിതനായിരിക്കും. ഒരിക്കലും ചുറുചുറുക്കില്ലാതെ, ഒരു തൻ്റേടമില്ലാതെ ഇരിക്കില്ല. എപ്പോഴും നല്ല ചുറുചുറുക്കോടുകൂടി, നമ്മുടെ ഭാഷയിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്, സ്മാർട്ട് എന്ന് പറയും. സ്മാർട്ടായിട്ട് അവൻ ഇരിക്കും. അത് നിസ്കാരമുള്ളവന് മാത്രം അള്ളാഹു കൊടുക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അവൻ്റെ ഹൃദയത്തിന് ഭയങ്കര വിശാലതയായിരിക്കും. സ്വീകരിക്കപ്പെടുന്ന നിസ്കാരം നിസ്കരിക്കുന്ന ഒരാളെടുത്ത് ഒരു ഫക്കീറായ മനുഷ്യൻ വന്നിട്ട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അവൻ പോക്കറ്റിലുള്ളതിൽ നിന്ന് ഏറ്റവും നല്ല ഒരു സദക്കയെ കൊടുക്കൂ. കുറഞ്ഞ സദക്ക അവൻ കൊടുക്കുകയില്ല. നിസ്കാരമുള്ള ഒരാൾ പിശുക്കിത്തരം കാണിച്ചാൽ, അവൻ പൈസ ചെലവഴിക്കുന്നില്ലെങ്കിൽ, പാവങ്ങൾക്ക് വേണ്ടി സഹായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചിന്തിക്കണം അവൻ്റെ നിസ്കാരം അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിയോ എന്ന് അവൻ പുനഃപരിശോധന നടത്തണം. നിസ്കാരം സ്വീകരിച്ച ഒരു വ്യക്തി പാവങ്ങൾക്ക് നല്ല രീതിയിൽ അവൻ്റെ കയ്യിൽ ഉള്ളതുപോലെ സഹായം നൽകും. പിന്നെ അവൻ്റെ ആത്മാവ്, നമ്മുടെ ആത്മാവ് സംസ്കരിക്കപ്പെടും. നമ്മുടെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഉപജീവനം. ഇതിൽ എപ്പോഴും നിസ്കാരമുള്ള മനുഷ്യൻ്റെ ഉപജീവനത്തിന്, തൊഴിലിന് അള്ളാഹുവിൻ്റെ കാവൽ ഉണ്ടാകും. ബുദ്ധിമുട്ടുകളെ അള്ളാഹു തടയുകയാണ്. ബറക്കത്തുകളെ അവൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരും. ഇത് നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞ് ഖബറിലുള്ള കാര്യമല്ല പറയുന്നത്. ഈ ദുനിയാവിൽ 60 വയസ്സ് വരെ 80 വയസ്സ് വരെ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഞാൻ എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ദുനിയാവിൽ തരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ റമളാൻ മാസത്തിൽ, ഈ റമളാൻ സന്ദേശത്തിൽ എനിക്ക് എൻ്റെ മുഹിബ്ബീങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മളെത്ര നോമ്പ് പിടിച്ചാലും, നമ്മളെത്ര ഹജ്ജ് ചെയ്താലും, നമ്മളെത്ര കോടിക്കണക്കിന് രൂപ സദക്ക ചെയ്താലും അത് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ 5 നേരം കറക്റ്റായിട്ട് നമസ്കരിച്ചിരിക്കണം. കാരണം ഇതര മത സഹോദരങ്ങളിൽപ്പെട്ടവരും നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. പക്ഷേ മുസൽമാന് മാത്രം അള്ളാഹു കൊടുത്ത തിരിച്ചറിയലാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഞാൻ ഒരു ഹൈന്ദവ സഹോദരനുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ സഹോദരനുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ ആ നമസ്കാരത്തിലേക്ക് ആ സംസാരം നിർത്തിയിട്ട് പോകുന്നില്ല എങ്കിൽ എൻ്റെ പേരിൽ മാത്രമേ മുസ്ലിമുള്ളൂ. ഞാനും ആ ഹൈന്ദവ സഹോദരനും തമ്മിൽ പ്രവൃത്തിയിൽ ഒന്നാണ്. അങ്ങനെ ഒരു ഗതികേടിനെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ജോലികളും നിർത്തിവെക്കുക, ഒളൂ ചെയ്യുക, നമസ്കാരത്തിലേക്ക് പോവുക. നാഥൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഈ റമളാൻ സന്ദേശത്തിൻ്റെ ഈ ഭാഗത്തിൽ എനിക്ക് നിങ്ങളോട്, എൻ്റെ ഉമ്മമാരോട്, എൻ്റെ സഹോദരിമാരോട്, ഉപ്പമാരോട്, സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് 5 നേരത്തെ നിസ്കാരം കൃത്യമായി നമസ്കരിക്കുക. ലോക്ക്ഡൗൺ ആയതിൻ്റെ പേരിൽ പള്ളികൾ അടച്ചു, പക്ഷേ നമ്മളെ വീടുകൾ അടച്ചിട്ടില്ലല്ലോ. അതും കൂടി ഇനി അള്ളാഹുവിനെ കൊണ്ട് ദയവ് ചെയ്ത് അടപ്പിക്കരുത്. അതുകൊണ്ട് നമ്മുടെ വീടുകളിലാണെങ്കിലും 5 നേരം ഇൻഷാ അള്ളാഹ് കൃത്യമായി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുക. ഈ പറയുന്ന എന്നെയും നിങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.